ഹലോ. അപ്പോഴേ എന്നോട് കുറേ പേര് ചോദിച്ചൊരു കാര്യത്തിന് റിപ്ലൈ തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാൻ വേറൊന്നുമല്ല, എനിക്ക് 2-3 ദിവസമായിട്ട് ശരീരത്തിന് അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ ആ വീഡിയോ ചെയ്യാഞ്ഞത്. ഇപ്പോൾ ഒരു ഇച്ചിരി ടെൻഷനൊക്കെ ഒഴിവായിട്ട് അങ്ങനെ നിൽക്കണേണ്. അപ്പം ഞാൻ തലയൊക്കെ ഒന്ന് തണുപ്പിച്ച് കുറച്ച് എണ്ണയൊക്കെ തേച്ച് നല്ലൊരു കുളിയൊക്കെ അങ്ങോട്ട് പാസ്സാക്കിയിട്ട് വന്നിരിക്കാനാണ് കേട്ടോ, നല്ല ഉണർവോടെ. വേറൊന്നുമല്ല, എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് കിട്ടിയല്ല ആദ്യത്തേത്. അപ്പോൾ അതെങ്ങനെയാണ് അതിൽ നിന്ന് വരുമാനം കിട്ടണത്, പിന്നെ എങ്ങനെയാണ് അതിൽ വീഡിയോ ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് ആ വീഡിയോയ്ക്ക്, അതായത് ആ ഷോർട്സിന് താഴെ കുറേ പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റയിലും കുറേ പേര് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്ത്, കുറച്ച് പേരുടെയൊക്കെ മെസ്സേജ് ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല. എനിക്ക് വയ്യായിരുന്നു, വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ജാടായിട്ടൊന്നും അല്ല. എനിക്ക് കുറച്ച് ദിവസമായിട്ട് ശരീരത്തിനും അത് തന്നെ മനസ്സിനും അത്ര വലിയ സുഖമൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ ഒന്നുമല്ല, എനിക്ക് കൈവേദനയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മരുന്ന് തന്ന്. പക്ഷെ കുറവ് ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറവില്ല, കുറവാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറഞ്ഞ് അങ്ങനെ പറയാം. അപ്പോൾ ആ ഒരു രീതി ഇപ്പോൾ ഞാൻ ഭയങ്കര വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നീടും പോയി ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ എനിക്ക് വേദന ഇവിടെ നിന്നാണ് കേട്ടോ. ഞാനിപ്പോൾ ഫേസ്ബുക്കിൻ്റെ കാര്യവും പിന്നെ എൻ്റെ കാര്യം കൂടെ ഒരുമിച്ച് പറയാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഇതും കൂടെ പറയണത്. കറണ്ട് വന്നു, ഞാനൊന്നുമില്ല ഫാൻ ഓഫ് ആക്കട്ടെ, അല്ലെങ്കിൽ അല്ലേ സൗണ്ട് നിങ്ങൾക്ക് മനസ്സിലാവൂല. ഇത്ര നേരമേ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നാണ് കേട്ടോ വേദന വന്നത്. അപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ എന്നോട് എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞു. എക്സ്റേ എടുത്തു കഴിഞ്ഞ് മിനിഞ്ഞാന്ന് എക്സ്റേ എടുത്തിട്ട് അന്ന് തന്നെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇവിടെ ചെറുതായിട്ടൊരു പ്രശ്നമുണ്ടെന്ന്. അതായത് ചെറിയൊരു തേയ്മാനമാണ്, എന്താണെന്ന് കറക്റ്റ് എനിക്ക് അറിയാൻ പാടില്ല. ചെറിയൊരു പ്രശ്നം, അത് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു മരുന്നും തന്നു. എൻ്റെ ഡോക്ടർ പറഞ്ഞ് വേറൊരു ഡോക്ടറെ കൂടെ കാണിക്കാൻ. അപ്പോൾ എനിക്ക് ടെൻഷനായി. അയ്യോ, ഈ ഡോക്ടർ പറഞ്ഞല്ല, പിന്നെ എന്തിനാണ് ഇനി വേറൊരു ഡോക്ടറോട് കാണിക്കാൻ വേണ്ടി പറയണേന്നൊക്കെ ഓർത്തിട്ട് എനിക്കാണെങ്കിൽ ചെറിയ കാര്യം മതി, നിസ്സാര കാര്യത്തിന് വലിയ പോലെ ഞാൻ ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് കേട്ടോ. ചെറിയ കാര്യം മതി. അപ്പോൾ എന്താണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ചെറുതായിട്ടൊരു കാര്യം എനിക്ക് അത് തന്നെ ആലോചിച്ച് ചാകാണ്ട് ചാകും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് എനിക്ക്. എന്നിട്ട് പിന്നെ ഇന്നലെ വേറൊരു ഡോക്ടറെ കൊണ്ട് കാണിച്ചിട്ട് രാവിലെ, അത് നമ്മുടെ ഇവിടെ കരുവൽപ്പടിയിലിരിക്കുന്ന ഡോക്ടറാണ്. അപ്പോൾ സമീർ എന്നാണ് പേര്. അങ്ങനെ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് ചെറിയൊരു പ്രശ്നമാണ്, നേരിയതായിട്ടുള്ളൊരു പ്രശ്നം, അത് എക്സസൈസ് ചെയ്താൽ മാറാവുന്നേ ഉള്ളൂ, വേറെ മരുന്നും കാര്യങ്ങളൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞ്. ഞാനോടത്ത് ഇനി MRI സ്കാനൊക്കെ എടുക്കേണ്ടി വരുമോയെന്നൊക്കെ ആലോചിച്ച് ടെൻഷനായിട്ടിരിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ആ എക്സസൈസൊക്കെ ഇപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് എന്നുവെച്ചാൽ മരുന്നും കഴിക്കണുണ്ടല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു ഇച്ചിരി കുറവുണ്ട്, പെട്ടെന്ന് മാറുമെന്നാണ് പറഞ്ഞ്. അപ്പോൾ അതങ്ങനെ. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിട്ട് ഞാനിങ്ങനെ കുറേ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കേട്ടോ. വേറെ എനിക്ക് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത്, തൈറോയ്ഡ് ചെയ്ത്, പിന്നെ എന്തോ ഒരു ഹോർമോൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചെയ്ത്, പിന്നെ ഷുഗർ, കൊളസ്ട്രോൾ എന്നുവേണ്ട എല്ലാ ടെസ്റ്റും. കുറച്ചധികം നാളായി ഞാനിങ്ങനെ വ്യാകുലപ്പെട്ട് നടക്കണമായിരുന്നു. പിന്നെ വീഡിയോയിൽ വന്നൊന്നും പറഞ്ഞൊന്നും ഇല്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതൊക്കെയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടപ്പോൾ ഞാൻ ഈ കാര്യം പറയാമെന്ന് കരുതി. അപ്പോൾ അന്ന് തുടങ്ങി കുറേ പേര് കമൻറ്റ് ഇട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കങ്ങനെ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനൊന്നും അങ്ങനെ അറിയാൻ പാടില്ല. എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം, എങ്ങനെയാണ് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ. മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ടുള്ള ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ. അവിടെ ചേട്ടനാണ് എനിക്ക് ചെയ്തു തന്നത്. അപ്പോൾ ഞാൻ എങ്ങനെ വീഡിയോ ഇട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണില്ലേ, യൂട്യൂബിൻ്റെ അത്രയും ചടങ്ങും കാര്യങ്ങളൊന്നും ഫേസ്ബുക്കിലില്ല കേട്ടോ. അത് ഞാൻ ആദ്യം പറയാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൽ കുറേ നിയമങ്ങളുണ്ട്. 4000 വാച്ച് അവർ ആകണം, 10 മില്യൺ വ്യൂസ് ആകണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും ഇതിലില്ല കേട്ടോ. ഇതിലൊരു കുറച്ച് ടൂൾസ് ഉണ്ട് നമുക്ക് ഈ ഫേസ്ബുക്കിൽ. അതെല്ലാം നമ്മൾ ഓരോരോ ടൂളായിട്ട് നമുക്ക് കിട്ടണത് സ്റ്റാർസ് ആദ്യം കിട്ടും, പിന്നെ സബ്സ്ക്രിപ്ഷൻ, പിന്നെ കിട്ടണത് കണ്ടന്റ് മോണിറ്റൈസേഷൻ. അത് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഏണിങ്സ് കയറുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി വീഡിയോസ് ഇടുക. ചിലവർ ഇൻസ്റ്റയും ഫേസ്ബുക്കും തമ്മിൽ ലിങ്ക് ചെയ്യുമ്പോഴത്തേക്കും ഇൻസ്റ്റയിൽ വീഡിയോ ഇടുമ്പോൾ അത് ഇൻസ്റ്റ ത്രൂ വഴി അതിൽ അങ്ങോട്ട് പോകുമല്ലോ, ഫേസ്ബുക്കിലോട്ട് പോകും. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാനാണെങ്കിൽ ഇൻസ്റ്റയും ഫേസ്ബുക്കും തമ്മിൽ ലിങ്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നത്. യൂട്യൂബിൽ ഒരു വീഡിയോ ഇടും, ഇൻസ്റ്റയിലും അത് തന്നെ എടുത്തിടും, പിന്നെ അത് തന്നെ എടുത്ത് ഫേസ്ബുക്കിലിടും. അങ്ങനെ മൂന്ന് സമയത്തിലാണ് എനിക്ക് തോന്നണ ആ ഒരു നേരം കൊണ്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ വീഡിയോസൊക്കെ.
ചിലവർ ഇൻസ്റ്റയിൽ ഇടുമ്പോഴത്തേക്കും ഇൻസ്റ്റ വഴി ഫേസ്ബുക്ക് ലിങ്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ഇൻസ്റ്റയിൽ ഇടുമ്പോൾ അതിൽ പോകുമല്ല, അങ്ങനെയും ചെയ്ത് ഏണിങ്സ് കിട്ടിയ ആൾക്കാരും ഉണ്ട്. ഞാൻ മൂന്ന് ടൈപ്പിലാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം, എല്ലാ ദിവസവും വീഡിയോ ഇടണം. എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മിനിമം ഒരു 2-3 റീൽസ് എങ്കിലും നമ്മൾ ഇടാൻ ശ്രമിക്കണം. പിന്നെ ലോങ് വീഡിയോ ഇടാം, പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. ഫോട്ടോസിൻ്റെ അവിടെ നമുക്ക് കുറേ നമ്മളിങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യൂലേ, അതേപോലെ നമുക്ക് ഇഷ്ടംപോലെ എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ നമുക്കിപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ നമുക്ക് ക്യാപ്ഷനൊക്കെ എഴുതിയിടാം. അപ്പം കൂടുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ടൈം ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്ന സാധനത്തിൽ, അതായത് ഈ മോണിറ്റൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ അതിൽ എൻഗേജ്ഡ് ആയിരിക്കണം. കാരണം നമ്മൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കണം. ഒരു ദിവസം ഇട്ട് പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഇടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല. എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടണം. ഫോട്ടോസ് ഇടണം. ഞാൻ ഫോട്ടോസ് ഇടല് കുറവാണ് കേട്ടോ, സത്യം പറയല്ല. എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ വിചാരിക്കും ഫോട്ടോ എടുക്കാമെന്ന്, പക്ഷേ നടക്കാറില്ല, മറന്നു പോകും. പിന്നെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി വെച്ച് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ഞാൻ കരുതും അതെടുത്ത് ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ കരുതും, മറന്നു പോകും. വേഗം തന്നെ കഴിക്കാനിരിക്കും. എല്ലാ ദിവസവും ഫോട്ടോ ഇടണം കേട്ടോ, എൻ്റെ പോലെ ആകരുത്. ഫോട്ടോസ് ഇടണം, പിന്നെ റീൽസ് ഇടണം, വീഡിയോസ് ഇടാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് കുറേ എന്തെങ്കിലുമൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇടണമെന്നാണെങ്കിൽ അതങ്ങനെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതിയിടാം. അപ്പോൾ ഇപ്പോൾ ചിലവർക്ക് അത് ഇഷ്ടപ്പെടണം, ചിലവരത് വായിച്ചിരുന്ന് അങ്ങനെ എൻഗേജ്ഡ് ആകും. അപ്പോൾ ഫുള്ള് നമ്മളെപ്പോഴും അതിൽ എൻഗേജ്ഡ് ആയിരിക്കണം. അങ്ങനത്തെ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളത് ഡെയിലി ഇട്ടുകൊണ്ടിരിക്കും. നമുക്ക് അങ്ങനെ ഓരോ ടൂൾസായിട്ട് കിട്ടും. സ്റ്റാർസ് കിട്ടും ആദ്യം, അത് കഴിയുമ്പോൾ സബ്സ്ക്രിപ്ഷൻ കിട്ടും, പിന്നെ നമുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെ ഏണിങ്സ് കയറാൻ തുടങ്ങും. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അതല്ല, എല്ലാത്തിലും മുമ്പ് ചെയ്യേണ്ട കാര്യം ഞാൻ പറയാൻ മറന്നുപോയി കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യണം. ഞാനാണെങ്കിൽ ഈ ഫേസ്ബുക്ക് എടുത്തിട്ടില്ലേ, ഈ പേജ് എടുത്തിട്ട് ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞ്, പക്ഷെ ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യില്ലായിരുന്നു. അപ്പം ഞാൻ മെയിനായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യണത് നമ്മുടെ യൂട്യൂബിലാണ്. യൂട്യൂബിൽ നിന്നാണല്ലോ എനിക്ക് വരുമാനം കിട്ടണം. അപ്പം ഞാൻ അത് തന്നെയായിരുന്നു, അതിൽ തന്നെയാണ് ഇങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്ത് വീഡിയോസ് എല്ലാം ഇട്ടുകൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പം എന്നിട്ട് പിന്നെ ഞാൻ ഫേസ്ബുക്ക് പേജിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങിയിട്ടൊരു ഡിസംബർ തുടങ്ങിയിട്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടിയത്. എനിക്ക് ഏപ്രിലാണ് കേട്ടോ, ഏപ്രിൽ 18-ാം തീയതി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ചേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ ഓണായത്, ആ ടൂൾ ഓണായി കിട്ടിയത്. അന്ന് തുടങ്ങിയിട്ട് എനിക്കിപ്പോൾ വരുമാനം കയ്യിലോട്ട് കിട്ടിയത് ഏപ്രിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ ആയി. മെയ്, ജൂൺ ഈ മാസത്തോടെ എനിക്ക് കിട്ടിയത്. അതും എനിക്ക് കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ 18,000-നും 20,000-നും ഇടയ്ക്കുള്ളൊരു തുകയാണ് എനിക്ക് കിട്ടിയത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് $100 ആകണം ഏണിങ്സ് കയ്യിൽ കിട്ടണമെങ്കിൽ. ഇതിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഇത് $25 ആയാലും നമുക്ക് എടുക്കാം എല്ലാ മാസവും, അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ എനിക്കത് കിട്ടിയില്ല കേട്ടോ, സത്യം പറയാല്ല. $25, 25, 40 അങ്ങനെ കൂടിയാണ് എനിക്ക് 2 മാസത്തെ $2 മാസത്തെ പൈസ ആയിട്ടാട്ടെ എനിക്ക് തോന്നുന്നു എനിക്ക് ജൂൺ മാസത്തിൽ കിട്ടിയത്. കാരണം ഏപ്രിൽ എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കിട്ടി, മെയ്, ജൂൺ ആയപ്പോഴത്തേക്കാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ $25 ആകുമ്പോഴത്തേക്കും നമുക്ക് വരുമാനം അതിൽ നിന്ന് എടുക്കാമെന്നൊക്കെയാണ് പറയണത്. സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യത്തെപ്പറ്റി എനിക്ക് വലിയ അറിവൊന്നും ഇല്ല കേട്ടോ. ഇനി അടുത്ത മാസത്തെ പൈസ കിട്ടുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണ് ഇല്ലേന്ന്. അപ്പം അങ്ങനെയൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഒരു 6 മാസമായിട്ടുള്ളൂ ഫേസ്ബുക്ക് പേജ് ഫേസ്ബുക്കിൽ കുറച്ച് എന്താ പറയുക നന്നായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോഴേക്കും എനിക്ക് കണ്ടന്റ് മോണിറ്റൈസേഷനുമായി ഫസ്റ്റ് ഏണിങ്സ് കിട്ടുകയും ചെയ്തു. ഇനി അടുത്ത മാസത്തെ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇപ്പം ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഫേസ്ബുക്കിൽ നമുക്ക് യൂട്യൂബിൻ്റെ അത്രയും കാര്യങ്ങളൊന്നും കഷ്ടപ്പാടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിൽ നിൽക്കുന്ന അമ്മമാർ, ജോലിക്ക് പോകുന്ന ആൾക്കാരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വീട്ടിൽ നമുക്ക് പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യമുള്ള ആൾക്കാർ, പിന്നെ മക്കൾ, ഇപ്പോൾ ചിലവർക്കൊന്നും ജോലിക്കൊന്നും പോകാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പിള്ളേരുള്ളതുകൊണ്ടിട്ട് എനിക്ക് അങ്ങനെ ജോലിക്ക് പോകാൻ എൻ്റെ ഒരു പഠിപ്പിനനുസരിച്ചുള്ള ജോലിയൊന്നും എനിക്ക് കിട്ടുമൊന്നുമില്ല. അപ്പം ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്കും ഇപ്പോൾ ഒരു ചാനൽ ഫേസ്ബുക്ക് പേജാണ് ഞാൻ പറയണത്. യൂട്യൂബിൻ്റെ കാര്യമല്ല, യൂട്യൂബ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് തുടങ്ങാതിരിക്കാം. ഫേസ്ബുക്കിലില്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആക്കി കിട്ടും കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടാൽ മതി. അപ്പം ഞാൻ ഈ മീനൊക്കെ വെട്ടി കറി വെക്കുമ്പോഴത്തേക്കില്ലേ എൻ്റെ അടുത്ത് കുറേ പേര് വന്ന് ചോദിക്കുക, എന്നെ കമൻറ്റ് ഇടാറുണ്ട്. പിന്നെ വേറെ പണിയൊന്നുമില്ല, ഇതെല്ലാവരും ചെയ്യണ പണിയല്ലേ. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളൊരു ചാനൽ തുടങ്ങുന്നേ, ചാനൽ തുടങ്ങി ഇതുപോലെ ചെറിയ ചെറിയ ഏണിങ്സ് ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, അതുപോലെ നമ്മുടെ ഭർത്താക്കന്മാർക്ക് അതൊരു സഹായമാകൂലേ. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ കെട്ടിയന്മാരോടുത്ത് ചോദിക്കണം, അത് തരുമോ, മേടിച്ചു തരുമോ ചേട്ടാ, ഇത് മേടിച്ചു തരുമോ ചേട്ടാ എന്നൊക്കെ ചോദിക്കണ്ടേ. അപ്പം ഇങ്ങനെയുള്ള ഒരു വരുമാനം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് അതൊരു സഹായമില്ലേ. നമുക്ക് നല്ല പഠിപ്പും ജോലിയും ഒക്കെ ഉള്ള ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്.
വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന അമ്മമാർ, അതായത് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത അമ്മമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു പൈസ കിട്ടുമ്പോൾ നമുക്ക് എന്താ പറയുക, എനിക്ക് പറയാൻ വാക്കുകളില്ല. പിന്നെ എന്താ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിച്ചു മറന്നുപോയി. പിന്നെ നിങ്ങൾക്ക് ഇനി ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷനെ കുറിച്ചും പിന്നെ ഫേസ്ബുക്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സംശയം ഉണ്ടെന്നാണെങ്കിൽ വേറെ കുറേ വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. ഈ ഇതിന് വേണ്ടി മാത്രം വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അറിവൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞത്. പിന്നെ എന്താണ് എനിക്ക് പറയാനുള്ളത്, എന്താണ്ടൊക്കെ പറയാനൊക്കെ ഇങ്ങനെ ഓർത്ത് പിന്നെ മറന്നുപോയി. എപ്പോഴും ഉള്ളതാണ് ഈ മറവി. അങ്ങനെയൊക്കെ അങ്ങനെ പോണ്. അയ്യോ, എന്തൊക്കെയോ ഓർത്ത് പറയാൻ മറന്നു. പിന്നെ ചിലവർക്ക് പേടിയായിരിക്കും കേട്ടോ, വീഡിയോസൊക്കെ ഇടുമ്പോൾ നെഗറ്റീവ് കമൻറ്റ് വന്നാൽ എന്ത് ചെയ്യും. അപ്പോൾ എനിക്കും ഉണ്ടായി ഈ പറഞ്ഞ ടെൻഷനൊക്കെ. ചില നെഗറ്റീവിനൊക്കെ ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട്, ചിലതൊക്കെ ഞാൻ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞടിക്കും. ചിലത് നമുക്ക് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിന് റിയാക്ട് ചെയ്ത് പോകും. അപ്പോൾ ചിലർ പറയുമോ പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, അപ്പോൾ അങ്ങനെ അവർക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഒരു അവകാശമുണ്ട്, ഇത് ഞങ്ങൾ കണ്ടിട്ടാണ് നിങ്ങൾക്ക് പൈസ കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം നമുക്ക് എന്താ പറയുക, നമ്മൾക്ക് പോട്ടെ വീഡിയോനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ ചിലത് സഹിക്കാൻ പറ്റാത്ത ചില നെഗറ്റീവൊക്കെ വന്നിട്ട് ചിലവർ ടൈപ്പ് ചെയ്ത് അങ്ങോട്ട് വെറുതെ അങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് ഒരു ആവശ്യമില്ലാണ്ട് അങ്ങോട്ട് പോകും. അപ്പം നമുക്കത് ചിലപ്പോൾ കേട്ട് നിൽക്കാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പം നമ്മൾ ചിലപ്പോൾ റിയാക്ട് ചെയ്ത് പോകും. നമ്മൾ മനുഷ്യരാണ്. അപ്പോൾ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് എൻ്റെ പുറകിൽ. സത്യം പറയില്ല, പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോയ്ക്ക് ഏറ്റവും വലിയ കഷ്ടപ്പാടെന്ന് പറയുക കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഒരു അറിവിൽ ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറഞ്ഞതാണ്. കുക്കിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നല്ല കഷ്ടപ്പാടാണ് കേട്ടോ. നമ്മൾ ഈ വെറുതെ അവിടെ ഇവിടെ നടന്നിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത് പോലെ അല്ല, ഒരു ഡാൻസ് വീഡിയോ എടുത്തിടുന്നത് പോലെ അല്ല. കുക്കിംഗ് നല്ലൊരു ചടങ്ങുള്ളൊരു പണിയാണ്. പിന്നെ നല്ല ക്ഷമയും വേണം. നമ്മൾ സാധാരണ 1 മണിക്കൂർ കൊണ്ട് ചോറും കറിയൊക്കെ സെറ്റാക്കണ നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിൽ 1 മണിക്കൂർ കൊണ്ട് വെക്കണ ചോറും കറിയും വീഡിയോ എടുക്കാനിരിക്കുമ്പോൾ അത് ചിലപ്പോൾ 2 മണിക്കൂറാവും, 3 മണിക്കൂറാവും, 4 മണിക്കൂറാവും. കാരണം ക്യാമറ അവിടെ സെറ്റ് ചെയ്ത് ക്യാമറ ഇവിടെ സെറ്റ് ചെയ്ത് പാത്രം മാറ്റി തുടച്ച് പിടിച്ച് ഒക്കെ വരും. പിന്നെ അത് കഴിഞ്ഞ് അത് കൊണ്ടുവന്ന് ചിലപ്പോൾ ഒരു 4 മണിക്കൂർ എടുത്ത വീഡിയോ ആയിരിക്കും നമ്മൾ അത് 1 മിനിറ്റായിട്ട് ഷോർട്സ് ആയിട്ട് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യണത്. ചിലപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണം, ചിലപ്പോൾ ഒരു 10 മിനിറ്റുള്ള ഒരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണം. അത് എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോൾ അതിൻ്റെതായ സമയം വേറെ, പിന്നെ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നമുക്ക് കുറച്ചധികം സമയം നമുക്ക് ചിലവാകാനുണ്ട്. അല്ലാതെ വീട്ടിലിരുന്ന് നമുക്ക് വെറുതെ ഇരുന്ന് പൈസ കിട്ടണമല്ലോ. ചിലവർ പറയും കേട്ടോ, വീട്ടിലിരുന്ന് വെറുതെ ഇരുന്ന് കാശ് ഉണ്ടാക്കണല്ലേ, വീട്ടിലൊരു പണിയില്ലാണ്ട് വെറുതെ കുത്തിയിരുന്ന് വെറുതെ കിട്ടണല്ലേ പൈസ എന്നൊക്കെ. അങ്ങനെയല്ല, കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഇപ്പോൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാരോടാണെങ്കിൽ ഞാൻ പറയണേ, നിങ്ങൾക്ക് ഇത് അതായത് പൈസ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. വീട്ടിലിരിക്കുന്ന അമ്മമാരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. ഇനി ഇതിൽ വന്നിട്ട് എന്നെ ആരും പൊങ്കാലിടരുത്. ഒരു വരുമാനം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട്, കാരണം എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. കുറച്ചൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലല്ലേ നമുക്കും ഇതുപോലെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടാണ് കേട്ടോ ഞാൻ പറയണത്, തുടങ്ങി നമുക്ക് ചെറിയ ചെറിയ വരുമാനമൊക്കെ കിട്ടുമ്പോൾ എന്താ പറയുക, പിന്നെ നമുക്ക് പിന്നെയും വീഡിയോസ് ചെയ്യാനുള്ള ഒരു ത്വര ഉണ്ടാവും. പിന്നെ അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അവരും ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി ഇതേപോലെയുള്ള നെഗറ്റീവ്സൊക്കെ വരുമ്പോഴത്തേക്കാണ് അവർക്ക് അതിൻ്റെതായ വിഷമമുണ്ടാവുള്ളൂ. എല്ലാം നമ്മൾ കേട്ട് റിയാക്ട് ചെയ്യണമെന്നല്ല ഞാൻ പറയണത്. ചിലതൊക്കെ നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്നിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്ത് പോകും. നമ്മളും സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരാണ്. നമുക്കും ഇല്ലേ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ രീതിയിലൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത് പോണത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഞാൻ നിർത്തണേണ്. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോ. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. കമൻറ്റ് ഇട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ അത്രയും ടാറ്റാ.